ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ബീഫ് ദം ബിരിയാണിയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചിക്കനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ബീഫിന് തന്നെയാണ്, ബീഫിനോ അല്ലെങ്കിൽ മട്ടണോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനല്ല കേട്ടോ, എൻ്റെ അമ്മായിയാണ് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അമ്മായിയുടെ സ്പെഷ്യൽ ബിരിയാണിയാണ്. നമ്മൾ കുറച്ച് ദിവസം മുൻപ് നമ്മുടെ പുതിയ ചാനലിൽ ഒരു ഇഫ്താർ പാർട്ടി വ്ളോഗിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഇഫ്താർ പാർട്ടിക്ക് ഉണ്ടാക്കിയ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അന്ന് ഒരുപാട് പേര് ഞാൻ അതിൽ പറഞ്ഞിരുന്നു ലേഡീസ് പ്ലാനറ്റിൽ പെട്ടെന്ന് തന്നെ റെസിപ്പി ചെയ്യാമെന്ന്. അന്ന് ഒരുപാട് പേര് ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട്, അവർക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം നല്ല ടേസ്റ്റിയാണെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി, കല്യാണങ്ങൾക്കൊക്കെ കഴിക്കുന്ന പോലത്തെ ആ ടേസ്റ്റിലുള്ള ബീഫ് ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിപ്പോൾ 2 കിലോ അരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു 2 കിലോ അരിയിലേക്കുള്ള അളവാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്കുള്ള കാഷ്നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കണം. എന്നിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഡാൽഡ ഉണ്ടല്ലോ, ഡാൽഡ മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ കുറച്ച് സാധാരണ നെയ്യും വെളിച്ചെണ്ണയും കൂടെയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇതിലേക്കുള്ള കാഷ്നട്ട്സും റൈസിൻസും ഒക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാഷ്നട്ട്സ് മൂപ്പിച്ച് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസിൻസും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് രണ്ടും മൂപ്പിച്ച് കോരിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 2 കിലോ അരിയിലേക്ക് 12 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ല വലിയ സവാള തന്നെയാണ് കേട്ടോ, അതുകൊണ്ടാണ് 12 എണ്ണം എടുത്തിട്ടുള്ളത്. 1 കിലോ അരിയിലേക്ക് 6 സവാള എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ 8 എണ്ണം വരെ എടുക്കാം കേട്ടോ. ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഒരു മസാല വേണമല്ലോ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊരിക്കലും മൂടി വെക്കരുത് കേട്ടോ. മൂടി വെച്ചാൽ ഈ സവാള ആവിയിൽ കിടന്നിട്ട് വേവാണ് ചെയ്യുക. അപ്പോൾ അതൊരു വെന്ത ടേസ്റ്റാണ് നമുക്കിതിന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂടി വെക്കാതെ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. നോക്കൂ, ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്കൊരു 2.5 ടേബിൾ സ്പൂൺ പച്ചമുളകിൻ്റെ പേസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളകിൻ്റെ പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന പേസ്റ്റ്, അതായത് നമ്മൾ പച്ചമുളകിൻ്റെ പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി പേസ്റ്റ്, അതൊക്കെ ഈ പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ആദ്യം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2.5 ടേബിൾ സ്പൂൺ തന്നെയാണ് കേട്ടോ. വെളുത്തുള്ളി നമ്മൾ ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്, കട്ടയൊന്നും ഇല്ലാതെ നല്ല നന്നായിട്ട് ചതച്ചെടുക്കുമെന്നല്ല, നന്നായിട്ട് തന്നെ അരച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2.5 ടേബിൾ സ്പൂണാണ് വെളുത്തുള്ളി അരച്ചതിൻ്റെ അളവ്. വെളുത്തുള്ളി ചേർത്തിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി പേസ്റ്റാണ്. ഇഞ്ചി പേസ്റ്റ് ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതും ഫൈനായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ 2.5 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇഞ്ചി ചതച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇഞ്ചി ഒരു 3.5 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആ പച്ചക്കുത്ത് നന്നായിട്ട് പോകണം. ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്കുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 6 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. 6 വലിയ തക്കാളിയാണ്. നമ്മൾ സവാള എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ പകുതി തക്കാളി എടുക്കുക. തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഈ തക്കാളി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. സവാള ഇപ്പോൾ ഏകദേശം നന്നായിട്ട് വഴന്നു വന്നതുകൊണ്ട് തന്നെ ഇനി മൂടി വെക്കുന്നതുകൊണ്ട് സവാള മാത്രമായിട്ട് നമ്മൾ മൂടി വെക്കുകയാണെങ്കിൽ സവാള ഒരു വെന്ത ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നവരെ നമുക്കിത് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നോക്കൂ, തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഒരുപാട് മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെ ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ബിരിയാണി ആയതുകൊണ്ട് തന്നെ നല്ലൊരു കളർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ബീഫ് മസാല ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ബീഫ് മസാലയാണ് കേട്ടോ. ഇത് ബീഫ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ബീഫ് മസാലയാണ്. ചിക്കൻ ആണെങ്കിൽ ഈ സമയത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ബീഫ് മസാല ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ട് ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മീറ്റ് മസാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഒരു മസാലപ്പൊടിയാണ്. ഓരോ മസാലയും ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഓരോന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് പോയിട്ട് വേണം അടുത്തത് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാലയൊക്കെ ചേർക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബിരിയാണി മസാലയാണ്. ബിരിയാണി മസാല എന്ന് പറയുമ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല. ബിരിയാണിയുടെ സ്പൈസസ് ഒക്കെ നമുക്ക് ഇതൊക്കെ ഗ്രാമ്പൂ, പട്ട അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി കിട്ടുമല്ലോ. തക്കോലം, ജാതിക്കൊക്കെ ചേർത്തിട്ടുള്ളത് അതെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അതിൽ നിന്നും 1.5 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ബിരിയാണി മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല കട്ട തൈര് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ സവാള വഴറ്റിയ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. 2 കിലോ ബീഫ് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഒരു 90% നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പകുതി വേവിലാണ് ബീഫ് വേവിച്ചെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ 90% വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ബീഫിന് നല്ല ടേസ്റ്റാണ്. നമ്മളിത് ദം ചെയ്തെടുക്കുകയൊക്കെ ചെയ്താലും വേവ് കൂടൊന്നുമില്ല. കറക്റ്റായിട്ടുള്ളൊരു വേവിൽ നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയില കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരം ഈ മസാലയൊക്കെ ബീഫിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള ബീഫ് കൊണ്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. മസാല നമുക്ക് ഇവിടുന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഡാൽഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം ഓയിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതായത് സൺഫ്ലവർ ഓയിൽ ചേർക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കാം, അല്ലെങ്കിൽ പശുവിൻ നെയ്യ് മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് ഡാൽഡയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കയും കുറച്ച് ഗ്രാമ്പും പിന്നെ 2-3 കഷ്ണം കറുവപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഏലക്കയും ഗ്രാമ്പും ഒരു 10-12 എണ്ണം ഉണ്ടാവും കേട്ടോ. നമുക്ക് ആ ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റാണ് കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 2 കിലോ അരി വെച്ചിട്ടാണല്ലോ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ അരി ഞാനിവിടെ ഈ ഒരു കപ്പിൽ അളന്നെടുത്തപ്പോൾ 2.5 കപ്പ് അരി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ 5 കപ്പ് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കൂടെ ബീഫ് വേവിച്ച വെള്ളം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്തിട്ട് 5 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിളക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിവിടെ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് 2-3 തവണ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഇടയിൽ തുറന്ന് ഇളക്കി കൊടുത്തത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് റൈസ് എടുത്തൊന്ന് മാറ്റിയിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു കുഴി പോലെ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിത് വേറൊരു പാത്രത്തിലേക്കൊന്നും ദം ചെയ്യുന്നില്ല കേട്ടോ. ഇതിലേക്ക് തന്നെ ബീഫ് ഇട്ടിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റൈസ് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് സൈഡിലേക്കൊക്കെ മാറ്റിയിട്ട് നടുവിലൊരു കുഴി പോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്യുന്ന രീതിയിൽ റൈസ് ഇട്ടിട്ട് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു പാത്രം നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഈ റൈസിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും നെയ്യും കൂടെ ചേർത്തിട്ട് നമ്മളിപ്പോൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തീക്കനൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. ഇനി ഈ പാത്രം നമുക്ക് 20 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് ദം പൊട്ടിക്കാം. 20 മിനിറ്റിന് ശേഷം നമ്മളിത് തുറന്നിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മസാല വേറെ ചോറ് വേറെ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. പക്ഷെ എന്തായാലും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിലർക്ക് അത്ര വലിയ മസാല ഇഷ്ടം ഉണ്ടാവില്ല. സെപ്പറേറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ രീതിയിലല്ലെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ ഒരു ഓർഡറിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം. പൊടികളൊക്കെ ഞാനൊക്കെ ആദ്യമൊക്കെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മസാല പൊടികളൊക്കെ ഒരേ സമയത്ത് ചേർത്ത് കൊടുക്കലാണ്. പക്ഷേ അമ്മായിയാണ് പറഞ്ഞത് ഇത് ഓരോന്നും ചേർക്കേണ്ട ആ ഒരു ടൈമിൽ തന്നെ ചേർക്കണം. എന്തായാലും നമ്മളിത് രുചിച്ച് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ അല്ല ചെയ്യലെങ്കിൽ ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പെരുന്നാളിനൊക്കെ നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്